ഇസ്രായേലിന്റെ ഗസയിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറ്റം ആവശ്യപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ച് 135 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളി. ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിന്റെ വിജയം തീർച്ചയാണെന്നും അതുവരെ പിന്മാറ്റമില്ലെന്നുമാണ് നെതന്യാഹുവിന്റെ പക്ഷം. ഇതോടെ സംഘർഷം തുടരാൻ തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടുവെന്ന് ഹമാസ് പ്രതികരിച്ചു. തീരുമാനം ഈ വിധത്തിലായതോടെ സമാധാന ചർച്ചയ്ക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നടത്തിയ മധ്യപൂർവ്വദേശ സന്ദർശനത്തിലും പ്രതീക്ഷ മങ്ങി. ഗസയിൽ പൗരന്മാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടരുന്നതിൽ ആശങ്ക അറിയിച്ച ബ്ലിങ്കൻ ആവശ്യത്തിന് സഹായം ഉറപ്പാക്കാൻ വൈകരുതെന്നും നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ താമസിക്കുന്ന റഫേൽ ആക്രമണം നടത്തുന്നത് കരുതലോടെ വേണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായും ബ്ലിങ്കൻ പറഞ്ഞു. 4.5 മാസത്തെ വെടിനിർത്തൽ കാലയളവിലെ ആദ്യ 45 ദിവസം എല്ലാ ബന്ദികളെയും കൈമാറുമെന്നും അതോടെ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്നുമാണ് ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം. യുദ്ധത്തിന് അവസാനം കാണാനുള്ള ചർച്ചകൾ തുടങ്ങിവെച്ചാൽ മാത്രം വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കും. ശേഷിക്കുന്ന ബന്ദികളെ കൈമാറുന്നതും ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റവും ഈ ഘട്ടത്തിലാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കൈമാറുന്നതാണ് 3ാം ഘട്ടം. ഹമാസിനെ ഇല്ലാതാക്കാതെ പിന്മാറ്റമില്ലെന്ന് ആവർത്തിച്ച നെതന്യാഹു വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുല്ലയുടെ ആക്രമണം മൂലം 1 ലക്ഷത്തോളം കുടുംബാംഗങ്ങൾ പലായനം ചെയ്തുവെന്ന് പറഞ്ഞു. സൗദി, ഈജിപ്ത് നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇന്നലെ ഇസ്രായേലിലെത്തിയ ആന്റണി ബ്ലിങ്കൻ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി വെസ്റ്റ് ബാങ്കിൽ കൂടിക്കാഴ്ച നടത്തി. അതേസമയം ഗസയിലേക്കുള്ള സഹായ വിതരണത്തിന്റെ നല്ലൊരു ശതമാനവും ഇസ്രായേൽ ഇടപെട്ട് തടഞ്ഞതായി UN ആരോപിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ ഇതുവരെ ഗസയിൽ 27,555 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്.